തച്ചനാട്ടുകരയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. സ്വർണ്ണാഭരണങ്ങൾ കളവ് പോയി. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി നാട്ടുകൽ പോലീസ്. നാട്ടുകല്ലിലെ റിട്ടയർഡ് ട്രഷറി ഉദ്യോഗസ്ഥനായ കല്ലംപറമ്പിൽ സയ്യിദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. പുലർച്ചെ 4-ന് സമീപത്തുള്ള പള്ളിയിലേക്ക് നിസ്കാരത്തിനായി പോകുമ്പോൾ സയ്യിദ് വാതിലടച്ച താക്കോൽ ജനാലയുടെ സമീപത്ത് വെച്ചാണ് പോകാറ്. 5:45-ന് തിരിച്ചു വന്ന് വാതിൽ തുറന്നപ്പോഴാണ് ഭാര്യയായ ഹസീനയുടെ 2 പവൻ തൂക്കമുള്ള കഴുത്തിലെ മാലയും 1 പവൻ തൂക്കമുള്ള കൈയിലെ ഒരു വളയുമാണ് നഷ്ടപ്പെട്ടത്. മാലയുടെ ലോക്കറ്റ് കിടക്കയിൽ തന്നെ കിടക്കുന്നുണ്ട്. അലമാരയുടെ വലിപ്പിലുള്ള 1200 രൂപയും നഷ്ടമായിട്ടുണ്ട്. പുറത്തെ ജനാലയുടെ അടുത്തുനിന്ന് താക്കോലെടുത്ത് വാതിൽ തുറന്ന് മോഷണം നടത്തിയ ശേഷം വാതിൽ പൂട്ടി താക്കോൽ യഥാസ്ഥാനത്ത് വെച്ചാണ് കള്ളൻ പോയത്. വീടും പരിസരവും അറിയുന്ന മോഷ്ടാവാണെന്നാണ് വീട്ടുകാരുടെ നിഗമനം. വീടിന്റെ പുറകിലുള്ള ഗേറ്റ് തുറന്നിട്ട നിലയിലാണ്. നാട്ടുകൽ പോലീസിൽ പരാതി നൽകി. തിരിച്ച് ഞാൻ വന്ന് വീട് തുറന്ന് വീണ്ടും അകത്ത് കയറിയിട്ട് അപ്പോഴേക്ക് ഭാര്യ എണീറ്റ് നോക്കുമ്പോൾ പറഞ്ഞു കഴുത്തിൽ മാല കാണുന്നില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ പുതപ്പിൽ എന്തെങ്കിലും കൊളുത്തിയിട്ട് സാധനം താഴെ വീണതാവും നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ലോക്കറ്റ് അതിനകത്ത് കിടക്കുന്നുണ്ട്, ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ മാല തിരഞ്ഞു നോക്കുമ്പോൾ കാണാനില്ല, നോക്കിയില്ല. അപ്പോൾ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി പിന്നെ എണീറ്റിട്ട് നോക്കുമ്പോൾ കയ്യിൽ വള 2 വള ഉണ്ടായിരുന്നു, അതിലൊരു വളയും കാണാനില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മോഷണമാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു. എൻ്റെ മേശയുടെ വലിപ്പിൽ ഒരു 1000 ചില്ലാനും രൂപ 1200 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില്ലറ പൈസ രൂപ ഉണ്ടായിരുന്നു, ആ രൂപയും പോയിട്ടുണ്ട്. മാല ഏകദേശം 2.5 പവൻ തൂക്കം വരും, 1 പവൻ തൂക്കം വളയും വരും. അതിന് മൊത്തം 1.5 പവനോ സ്വർണ്ണാഭരണോ 1200 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേ സമയത്ത് ഇതേ റൂമിൽ തന്നെ എൻ്റെ ഫോണും വേറെ 2 ഫോണും അപ്പുറത്തുണ്ടായിരുന്നു. ഇത് നഷ്ടപ്പെട്ടിട്ടില്ല, ഫോൺ അവിടെ തന്നെ ഉണ്ട്. മോഷ്ടാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് നാട്ടുകൽ CI ഹബീബുള്ള പറഞ്ഞു. ഇതേസമയം സമീപത്തുള്ള പോലീസ് സ്റ്റേഷന് മുന്നിലെ കല്ലംപറമ്പിൽ മുഹമ്മദ് ഇക്ബാലിന്റെ വീടിന്റെ മുൻവാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന് മോഷണം നടത്താനുള്ള ശ്രമവും ഉണ്ടായി. ഇക്ബാലും കുടുംബവും ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു മോഷണ ശ്രമം. അലമാര കുത്തി തുറന്നെങ്കിലും വിലപ്പെട്ട ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. പുലർച്ചെ ഒരു 3 മണി മുതൽ ഇവിടെ കയറി. അതിനുശേഷം ഇവിടുത്തെ ഫ്രണ്ട് ഡോറ് കുത്തി തുറന്നു. അതിനുശേഷം അവരുള്ളിൽ കയറി അവരെ 2-4 അൽമാര ഉണ്ടായിരുന്നു, അതെല്ലാം കുത്തി തുറന്നു. അതിൻ്റെ സാധനങ്ങളെല്ലാം പുറത്ത് വലിച്ചിട്ടു. ഇത് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഇവിടെ ഇല്ലാത്തൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നും തൊട്ടടുത്ത് 2-4 വീട്ടിൽ കയറിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും വ്യക്തമായി ശ്രദ്ധിക്കുക. നാട്ടുകൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സമീപത്തുള്ള വീടുകളിലെത്തി CCTV ദൃശ്യം പരിശോധിച്ചു. CCN ചത്തല്ലൂർ.